യെസ്. മോഹൻ തോമസ്. നമ്മളൊരിക്കൽ കം. ഇന്ദു കുറുപ്പ്, യുവർ ലേഡി ലവ് ആൻഡ് ലീഡിംഗ് ക്രിമിനൽ അഡ്വക്കേറ്റ് അല്ലേ? ഇരിക്കാം. മിസ്റ്റർ ഭരചന്ദ്രൻ, ഇവിടെ ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ട സംഭവങ്ങൾ നടക്കുമ്പോൾ സ്ഥലത്തുണ്ടാവാൻ പറ്റിയില്ല. ഐ വാസ് അബ്രോഡ്. ഒരു സിംഗപ്പൂർ ഹോങ്കോങ് ട്രിപ്പ്. ജസ്റ്റ് ബിസിനസ്. സ്വന്തം കൂടപ്പറപ്പിനെ പിടിച്ച് നിങ്ങൾ ഇടിച്ചു പിഴിഞ്ഞു എന്നറിഞ്ഞപ്പോ ആദ്യം തോന്നിയത് വിഷമമല്ല, നിങ്ങളുടെ അതിര് കടന്ന ചങ്കൂറ്റത്തെക്കുറിച്ച് നേരിയ അത്ഭുതം. ഉദ്ദേശിച്ചത് ഒരു കോംപ്ലിമെന്റ് ആണെങ്കിൽ വേണ്ട. ഇങ്ങോട്ട് ഉപദ്രവിച്ചതിന് പകരം പണ്ട് കോഴിക്കോട്ടെ സാഹിബ് ചെയ്യിച്ച പോലെ ഒരു മൂന്നാം തരം ഗിമ്മിക്കിൽ എനിക്ക് വിശ്വാസമില്ല. അന്ന് കണ്ടപ്പോഴേ പറഞ്ഞിരുന്നല്ലോ സാർ, ഇവിടുത്തെ കാൽക്കാശിന്റെ കക്ഷി രാഷ്ട്രീയമല്ല, ഡൽഹിയാണ് മോഹൻ തോമസിന്റെ ഭൂമിയെന്ന്. ചർക്കയിൽ നൂറ്റെടുത്ത ഖദർ കൊണ്ട് കോട്ടും കോണകവും പാളത്താറും തൊപ്പിയും ധരിക്കുന്ന പഴയ ദരിദ്രവാസി രാഷ്ട്രീയക്കാരുടെ ദില്ലിയല്ല. അവരെ അപ്പാടെ പടിയടച്ച് പിണ്ണം വെച്ച് ഹൈടെക്കിലും ബ്ലൂ ചിപ്പിലും കമ്പ്യൂട്ടറിലും ബ്രെയിൻ ബാങ്കുകളിലും എല്ലാം രാഷ്ട്രീയ സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്തുന്ന പുതിയ ഡൽഹി. കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന സമർത്ഥയായ ഡൽഹി. ഐ ബിലോങ് ദേർ. ഈ കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് ഒരു സാധാ പോലീസ് ഓഫീസറോട് തായം കളിക്കാൻ മോഹൻ തോമസ് തയ്യാറല്ല എന്നല്ല, താല്പര്യമില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. സോ എന്താണ് ഡിമാൻഡ് എന്ന് വെച്ചാൽ പറയാം. പണമെങ്കിൽ പണം. നിങ്ങൾ പറയുന്നത് എന്തും. ബട്ട് ഒരു ചെറിയ വാണിംഗ് ഉണ്ട്. മോഹൻ തോമസുമായി ഒരു യുദ്ധത്തിനാണ് പുറപ്പാടെങ്കിൽ അതിന് ഭരചന്ദ്രൻ ഇന്നുവരെ ശേഖരിച്ചു വെച്ച ആയുധങ്ങളൊന്നും ഒരുപക്ഷെ മതിയായില്ലെന്ന് വരും. Here is my card. തീരുമാനം അനുകൂലമാണെങ്കിൽ just give me a ring. ജസ്റ്റ് എ മിനിറ്റ്. ഇന്ദു പ്ലീസ്, കുടിക്കാൻ എന്തെങ്കിലും ആവല്ലേ? വെരി മച്ച്. ഇരിക്കും. സോ എനിക്ക് നിങ്ങളുടെ കോൾ പ്രതീക്ഷിക്കാം അല്ലേ? And now you may please get out. I said get out, you. Get out. സാറിന് ഇന്നലെ മോഹൻ തോമസ് കൊടുത്ത കാർഡ്, മുമ്പ് ഹോമിസൈഡ് സ്പോട്ടിൽ നിന്ന് കിട്ടിയ കാർഡ്, പിന്നെ ഈ ഗ്ലാസ്, മൂന്നിലും ഒരേ വില്ലടയാളങ്ങളാണിക്ക. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, ഇന്നലെ സാറിനെ വന്ന് കണ്ടപ്പോൾ തന്നെ ഈ മോഹൻ തോമസ് ജസ്റ്റിസ് മഹേന്ദ്രനെയും ചെന്ന് കണ്ടു കാണും. സ്വാധീനിക്കാനും വരട്ടാനും ഒക്കെ ശ്രമിച്ചും കാണും. ബട്ട് ഇപ്പോഴും ഇതൊരു ഊഹം മാത്രമാണ്. ഇയാള് കമ്മീഷനെ ചെന്ന് കണ്ടു കാണുമെന്നുള്ളതല്ലാതെ വേറൊന്നിനും നമുക്ക് തെളിവുകളില്ല. പക്ഷെ ഇപ്പോ കുറഞ്ഞ പക്ഷം സംശയിക്കാൻ നമുക്ക് കൃത്യമായിട്ടൊരാളുണ്ട്. അതെ, സോളിഡ് ആയിട്ടൊരാൾ. ചിലപ്പോ ഒരാൾ മാത്രമാണോന്നുമില്ല, അല്ലേ? There could be 3. AIG Menon, IG Rajan Felix, പിന്നെ മോഹൻ ജി, the ace manipulator.
ഇനി ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ നിന്നും നിങ്ങൾ രഹസ്യമായിട്ട് അറിഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് തന്നെ വെച്ചോ. പക്ഷേ വെറുതെ ഒരു സംശയത്തിന്റെ പേരിൽ നമ്മളെ വിലങ്ങ് വയ്ക്കാനോ വധശിക്ഷയ്ക്ക് വിധിക്കാനോ ഒന്നും ഈ രാജ്യത്ത് നിയമമില്ല. അതറിയില്ലല്ലേ? ഇല്ല മോഹൻജി, സമ്മതിച്ചു. പക്ഷെ ഇനി അങ്ങോട്ടുള്ള അയാളുടെ അന്വേഷണം നമ്മളെ ചുറ്റിപ്പറ്റിയായിരിക്കും. അതാണ് അപകടം. അയ്യോ, ഇതിപ്പോ പോക്ക് കണ്ടിട്ട് വല്ലാത്തൊരു പുലിവാലാത്തിരുന്ന കോളുണ്ടല്ലോ എന്റെ കർത്താവേ. കുഴപ്പമാവോ മോഹൻജി? ഇവിടെ കർത്താവും ഗുരുവായൂരപ്പനൊന്നും അല്ല കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്, നമ്മളൊക്കെ തന്നെയാ. എന്നാ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കുക എന്റെ പൊന്നു വിൽഫ്രണ്ടേ. ഇനി മുതൽ അവന്റെ ഓരോ ചലനങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കും. ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് നിങ്ങൾ, പുറത്ത് എന്റെ ആൾക്കാർ. റോണി, come. കുറച്ചു നേരം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, ഒരു വണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. Turn right. Sharp. Cobra calling. Tiger 1, Tiger 2. Cobra calling.
ഷൂട്ട് ഹിം, ബട്ട് ജീവനോടെ വേണം എനിക്ക് അവനെ. കമോൺ. Hello? Yes? Just a moment. मोहन जी, आपका कॉल. നന്നായി. പിടികൊടുക്കാതെ സ്വയം ജീവനെടുക്കാനുള്ള ബുദ്ധി തോന്നി നിന്റെ ടോണിക്ക്. നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ രേഖകളൊന്നും ഉണ്ടാവില്ലല്ലോ അവന്റെ കയ്യില്. No. He is clean. Any breakthrough? സർ, ഇവന്റെ പേര് പിടികിട്ടി. ഇത്തിരി വിചിത്രമാ. അന്തോണി ഇഗ്നേഷ്യസ് പിമെന്റോ. എങ്ങനെ കിട്ടി? പോസ്റ്റ്മോർട്ടത്തിന് ബോഡി കിടത്തിയപ്പോ ഡോക്ടറാണ് കണ്ടത്. ഇടത്തെ നെഞ്ചിന്റെ താഴെ പേര് പച്ച കുത്തിയിട്ടുണ്ട്. ആന്റണി ഇഗ്നേഷ്യസ് പിമെന്റോ. താങ്ക് ഗോഡ്. ഇവന്റെ ബോഡി ഇതുവരെ ആരും ക്ലെയിം ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. എനിത്തിങ് എൽസ്? സർ, വലത്തെ മുട്ടിന് മുകളിൽ ഒരു കരിഞ്ഞ മുറിപ്പാടുണ്ട്. മുൻപെപ്പോഴോ വെടിയുണ്ട കയറി ഇറങ്ങിയതാണ് ഇവന്റെ കാലില്. മീൻസ് ഇവൻ ഒരു സീസൺഡ് ക്രിമിനൽ ആണ്. യെസ്. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇവന്റെ കയ്യിലെ കറൻസി നോട്ട്സും മുമ്പ് കോൺസ്റ്റബിൾ ഗോപിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ നോട്ട്സും സെയിം ബ്രീഡാണ്, ഒരേ അച്ഛൻ. എന്നെ ഫോളോ ചെയ്യണമെങ്കിൽ തീർച്ച ഇവൻ മോഹൻ തോമസ് ചെല്ലും ചെലവും കൊടുക്കുന്ന ഒരു ഗൂണ്ടയാവണം. പിന്നെ കോൺസ്റ്റബിൾ ഗോപിയുടെ കയ്യിലെ കറൻസിയും ഇതും രണ്ടും ഒരേ ജനുസാണെങ്കിൽ ഈ ഗോപിയെ പണം കൊടുത്ത് വശത്താക്കിയതും പിന്നെ ഒടുവിൽ നമ്മുടെ പിടിയിലാവുമെന്ന് കണ്ടപ്പോ കൊന്നുകളഞ്ഞതും മോഹൻ തോമസ് തന്നെ ആവണം. അപ്പൊ കൊലപാതകം മാത്രമല്ല, കള്ളനോട്ടും ഉണ്ടാ മോന്റെ കയ്യില്. ജസ്റ്റ് ഒരു ഗാംബ്ലിംഗ് പോലെ നമുക്ക് ഈ മോഹൻ തോമസിനെ ഒന്ന് അറസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അയ്യോ, പണ്ടിവന്റെ അനിയൻ സണ്ണി തോമസിനെ അറസ്റ്റ് ചെയ്യാൻ പോയിന് നാണക്കേട് ഇപ്പോഴും തീർന്നിട്ടില്ല. പകരം നമുക്ക് വേറൊരു ഗാംബ്ലിംഗ് നോക്കാം. പേര് കേട്ടിട്ട് this bugger must be a Goan. Yes, let's try. Excuse me, sir. A message for you. Miss Sindhu.